ഹലോ എവരി വൺ, നമസ്കാരം. ഷായ് സാറാണ്. അപ്പോൾ നമ്മൾ സിവിൽ എൻജിനീയേഴ്സിന് ഒരുപാട് അവസരങ്ങളാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ എൻജിനീയേഴ്സിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ആയിട്ടുള്ള RRB ജൂനിയർ എഞ്ചിനീയർ നമുക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ SSC ജൂനിയർ എഞ്ചിനീയർ നമുക്ക് ഓൾറെഡി ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് എക്സാമിൻ്റെത്. പിന്നെ നമ്മുടെ കേരള PSCയുടെ AE ഓവർസിയർ എക്സാംസുകളൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വേക്കൻസി എന്നതിനേക്കാളും നമ്മളിപ്പോൾ 1-2 വേക്കൻസി ആണെങ്കിൽ പോലും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ മുന്നിൽ ആ ഒരൊറ്റ വേക്കൻസി മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വരാൻ പോകുന്ന എക്സാംസുകൾക്കൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളിതാ ഇന്ന് ഈ ഒരു നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളത് രാത്രിയിലോട്ട് അല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിലല്ല നമ്മൾ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവർ, അതുപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ, ഇവർക്കൊക്കെ നമുക്ക് വരുന്നൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ്, നമ്മൾ ഏത് രീതിയിൽ തുടങ്ങണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഏത് രീതിയിൽ നമ്മളതൊരു ട്രാക്കിലോട്ട് കൊണ്ടുവരണം, അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാന് അതല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ RRB വരുന്നുണ്ട്, SSC വരുന്നുണ്ട്, AE എക്സാംസ് വരുന്നുണ്ട്, ഓവർസിയർ വരുന്നുണ്ട്. നമ്മളിതിനൊക്കെ ഞാൻ ആദ്യം RRBക്ക് പഠിക്കാം, പിന്നെ SSCക്ക് പഠിക്കാം, ഈ ഒരു രീതിയിലല്ല. നമുക്ക് ഈ ഒരു എക്സാംസുകൾക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്, അല്ലേ? നമുക്കിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സിവിലിൽ പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഈ പറയുന്ന എല്ലാ എക്സാംസുകൾക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ എക്സാംസുകൾക്കും നമുക്ക് ഒരൊറ്റ പ്രിപ്പറേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിന് തയ്യാറെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓരോ എക്സാംസുകളുടെയും അതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓരോ എക്സാംസുകളുടെയും സിലബസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസുകളും ഏറ്റവും ലേറ്റസ്റ്റ് അതിൽ 1-2 വർഷങ്ങളിൽ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത്. തിയറി ക്വസ്റ്റ്യൻസുകളാവാം, ന്യൂമറിക്കൽ ആവാം. അതിന് ന്യൂമറിക്കൽ തന്നെ പല രീതിയിൽ ഡയറക്റ്റ് ഇക്വേഷൻസുകൾ അപ്ലൈ ചെയ്തിട്ടാകാം, അതല്ലെങ്കിൽ അത്യാവശ്യം നമ്മളൊന്ന് കുഴപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാവാം. അപ്പോൾ നമ്മൾ ഈ ഒരു സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുന്നത് വഴി നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു എക്സാംസുകളുടെ നേച്ചർ എന്നുള്ളത്. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പലർക്കും പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടഫായിട്ടുള്ള നമ്മളെ സിലബസ് നോക്കിയ സമയത്ത് നമുക്കൊന്നും അറിയാത്ത, നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സബ്ജക്റ്റുകൾ നമുക്ക് ആദ്യം പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കുറച്ച് അറിയുന്ന, നമ്മളിനി കുറച്ച് ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഓക്കെ എന്ന് പറയുന്ന സബ്ജക്റ്റുകളാകാം ആദ്യം. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു വീക്കിൽ ഒരു 2-3 സബ്ജക്റ്റുകൾ പഠിക്കുന്നു. നമുക്കൊന്നും അറിയാത്ത സബ്ജക്റ്റുകൾ എടുക്കാം, അതിൻ്റെ കൂടെ നമുക്ക് നല്ല രീതിയിൽ അറിയുന്ന സബ്ജക്റ്റുകൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാം. അത് നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുക്കുന്നതാണ്. നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്കറിയാം ബെൻസാലിൻ്റെ ബുക്ക് ഉണ്ട്, SK സോമിൻ്റെ ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ബുക്കുകളും എടുത്ത് വായിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നതാണ്, സാറേ ഞാൻ പഠിച്ചു തുടങ്ങി, 2 ചാപ്റ്റർ പഠിച്ചു എടുത്തു വെച്ചു, വീണ്ടും ബുക്ക് തുറക്കുന്ന സമയത്ത് ആ 2 ചാപ്റ്റർ തന്നെ വായിക്കുന്നു. അപ്പോൾ നമ്മളെ മുന്നിലൊരു കറക്റ്റ് ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ ആവശ്യം വരുന്ന ഒരു സമയമാണ് റിവിഷൻ്റെ സമയം. നമ്മൾ ഈ റിവിഷൻ്റെ സമയത്തും വീണ്ടും ഈ പറയുന്ന ബുക്സുകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകളും ഇതൊക്കെ നമ്മൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ റിവിഷനും അതുപോലെ തന്നെ എക്സാമിൽ വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബുക്സുകളായാലും അതല്ല നമ്മുടെ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും അത് വെച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്റ്റഡി മെറ്റീരിയലിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസുകൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതാണ്, ഞാൻ എക്സാമിനേഷൻ ഹാളിൽ കയറി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസുകളാകുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സുകളും നമുക്ക് എന്തായിരിക്കും, ചലഞ്ചിങ് ആയിരിക്കും. 2 ഓപ്ഷൻസ് വരുന്നു, അതിൽ ഏത് സെലക്ട് ചെയ്യണം. നമുക്ക് ആ ടോപ്പിക് അറിയുന്നുണ്ടാവും, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും അറിയുന്നുണ്ടാകും, പക്ഷേ ഒരു 2 ഓപ്ഷൻസിൽ നിന്ന് നമ്മുടെ ആൻസർ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നതായിരിക്കും നമുക്ക് അവിടെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതിന് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വരുന്നതാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ നമുക്ക് 10-15 സബ്ജക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഈ ഓരോ സബ്ജക്റ്റിലും നമുക്ക് 10-15 ചാപ്റ്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്തിട്ട്
അതും വെച്ചിട്ടാണ് നമ്മൾ എക്സാമിനേഷൻ ഹാളിലോട്ട് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. അതല്ലെങ്കിൽ അത് എക്സാമിനേഷൻ ആ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ആൻസർ ഷീറ്റിലോട്ട് നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് നമ്മൾ റിവിഷനോട് കൂടി, നമ്മൾ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള റിവിഷനിങ് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സാധ്യമായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പഠിച്ച്, ഞാൻ പറഞ്ഞു, നമ്മൾ സിലബസ് അനലൈസ് ചെയ്യുന്നു, നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നു, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതെന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സാമിനേഷൻ ഹാളിലോട്ട് കടന്നു, നമ്മൾ പഠിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയിലല്ല നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ടെൻഷൻ വരുന്നു, നമ്മൾ ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് ഫാക്ടറുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര എനിക്ക് ടെൻഷൻ ഇല്ല, ഞാൻ വളരെ കൂളായിട്ട് എക്സാം എഴുതുമെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മളത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ട് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് വരുന്ന ടെൻഷൻ, അതുപോലെ അൺനെസസറി ആയിട്ടുള്ള തെറ്റുകൾ, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമുക്ക് എങ്ങനെയാണ്, നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ്, നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അല്ലേ? ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പല ബുക്സുകൾ, ഇതൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് മാക്സിമം എത്ര നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഒരു എക്സാമിന് മുമ്പ്, നിങ്ങൾ RRB ആണെങ്കിൽ RRBയുടേത്, SSC ആണെങ്കിൽ SSCയുടേത്, അതല്ല PSC AI എക്സാംസുകളുടെ അതാണെങ്കിൽ അത്, നമുക്ക് അങ്ങനെ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ആ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള, ഞാൻ പറഞ്ഞ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുള്ള എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ടാവും. പക്ഷെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ, ഒരു പഠിച്ച് തുടങ്ങുന്ന ഒരാൾ, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച് ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട് പക്ഷേ അത് എക്സാം എത്തുന്ന സമയത്ത് ഒന്നും ആകുന്നില്ല, അതല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ, അവർക്കുള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സിലബസുകൾ മനസ്സിലാക്കുക, സ്റ്റഡി മെറ്റീരിയൽസുകൾ പ്രിപ്പയർ ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്യുക, റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. സോ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന എക്സാംസുകളിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു മികച്ച റാങ്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും. സൈലം കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.